നേന്ത്രവാഴ അല്ലെങ്കിൽ ഏത്തവാഴ ഒരു ബ്രോയിലർ ചിക്കൻ്റെ ജീവിത രീതി പോലെയാണ് അതിൻ്റേത്. ബ്രോയിലർ ചിക്കൻ നമ്മൾ വളർത്തുമ്പോൾ അതിന് കൃത്യമായ എല്ലാ ദിവസവും തീറ്റയും വെള്ളം അതിൻ്റെ മുന്നിലേക്ക് വെച്ച് കൊടുക്കണം. ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അവന് ക്ഷീണം പറ്റും, അവർക്ക് ആ പ്രതീക്ഷിക്കുന്ന തൂക്കം കിട്ടില്ല. അതുപോലെ തന്നെ ആ തീറ്റയിൽ അതിന് വേണ്ട കൃത്യമായ ന്യൂട്രീഷൻസും വിറ്റാമിൻസും എല്ലാം അടങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ടിനെ അത് ബാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ നേന്ത്രവാഴ എന്ന് പറഞ്ഞാൽ കൃത്യമായി എല്ലാ മാസവും 24 to 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ മാസവും വളം കൊടുക്കണം. അടിവളം ഇട്ട് വെക്കുക, അല്ലെങ്കിൽ വെച്ച് സൂചി തുമ്പ് വരുന്ന സമയത്ത് തന്നെ കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ജൈവവളമായിട്ട് കൊടുക്കണം, നിർബന്ധമാണ്. അത് ആ ഒരു വളത്തിൻ്റെ അംശം കൂടുതൽ സമയത്തേക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ് അടിവളമായിട്ട് ആദ്യം കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ എല്ലാ മാസവും നമ്മൾ രാസവളം കൃത്യമായി കൊടുക്കണം. ഒരു 6 പ്രാവശ്യമെങ്കിലും മിനിമം വളപ്രയോഗം ചെയ്യണം. അത് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ എന്താണോ ബ്രോയിലർ ചിക്കനിൽ സംഭവിക്കുന്ന ആ ഒരു ഉൽപ്പാദനത്തിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്കും അതേപോലെയാണ്. എന്താണോ അതിൻ്റെ മുരട് ഭാഗത്ത് അടിഭാഗത്ത് ലഭിക്കുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ വളർച്ച. ഒരു നാടൻ വാഴ അല്ലെങ്കിൽ ചെറുവാഴ, പൊടിവാഴ എന്നൊക്കെ പറയുന്നത് അതിന് വളം നാടൻ കോഴിയെ പോലെ തിരഞ്ഞ് കണ്ടുപിടിച്ച് കണ്ടെത്തും. നേന്ത്രവാഴയ്ക്ക് അതിൻ്റെ ആ ഒരു കഴിവ് ഇല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കുഞ്ഞ് അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ആ രീതിയിലാണ്. നമ്മുടെ കൃഷിയെല്ലാം ആ രീതിയിലാണ്. പ്രത്യേകിച്ചും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വാഴക്കന്നുകൾ അവിടുത്തെ വാഴ കൃഷി എങ്ങനെയാ വെച്ചാൽ കൃത്യമായി എല്ലാ ഒന്നിടവിട്ട ദിവസങ്ങളിലും വളവും വെള്ളവും ഡ്രിപ്പായിട്ട് കൊടുത്തിട്ട് വളർത്തുന്ന ഒരു വാഴയാണ് അവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കന്നിനും ആ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൃത്യമായി വളപ്രയോഗം ചെയ്യൽ നിർബന്ധമാണ്.